അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അഹ്ലുസുന്ന വൽ ജമാഅയുടെ സുപ്രധാനമായ ചില അടിസ്ഥാനങ്ങളാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ മൻദൂമത്തുൽ ഹായിയ എന്ന കവിതയാണ് നാം വിശദീകരിക്കുന്നത്. അടുത്തതായി ഇമാം അവറുകൾ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനു അർജഹു. വഖുൽ, നീ പറയുകയും നീ വിശ്വസിക്കുകയും ചെയ്യുക, ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ വസീറാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ രണ്ട് സഹായികളാകുന്നു. ഖിദ്മൻ, അവർ ആദ്യമേ ഉള്ളവരാണ്, നബിയുടെ കൂടെ ആദ്യമേ നബിയുടെ ദഅവത്തിൽ തുടക്കത്തിലെ നബിയുടെ സഹായികളായി ഉണ്ടായിരുന്ന രണ്ടാളുകളാണ് മുഹമ്മദ് നബിക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ. പിന്നീട് സുമ്മ ഉസ്മാനു അർജഹു, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാൻ. വറാബിഉഹും ഖൈറുൽ ബരിയതി, നാലാമതായി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു, നാലാമതായി മഹാനായ അലി റളിയല്ലാഹു അൻഹു ആകുന്നു എന്നാണ് ഈ രണ്ട് വരികളിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവിടുത്തെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് സ്വഹാബത്താണ്. ആ സ്വഹാബികളുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ് ഇൻഷാ അള്ളാഹ് നാം വിശദീകരിക്കാനിരിക്കുന്നത്. സ്വഹാബികളുമായി ബന്ധപ്പെട്ട വിഷയം അത് അഹ്ലുസുന്നയും അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കക്ഷികൾ അവരുമായി വേർതിരിയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. സ്വഹാബത്തിന്റെ വിഷയത്തിൽ പല ആളുകൾക്കും പല കക്ഷികൾക്കും അവർക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ, സ്വഹാബത്തിനെ കുറ്റം പറയുന്നവർ, സ്വഹാബത്തിന്റെ സ്വീകാര്യതയെ അവരുടെ വിശ്വസ്തതയെ ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി ആരാണ് സ്വഹാബികൾ, സ്വഹാബികൾ എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഈമാൻ വഇൻ തഖല്ലലത് റിദ്ദത്തുൻ ഫിൽ അസഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ജീവിതകാലത്ത് മുഅ്മിനായി കണ്ടുമുട്ടുകയും അതുപോലെ നബിയിൽ വിശ്വസിക്കുകയും എന്നിട്ട് ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾ, അവർക്കാണ് സ്വഹാബികൾ എന്ന് നാമകരണം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബിയെ കണ്ടുമുട്ടണം, ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നബിയിൽ വിശ്വസിച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ആ കണ്ട വ്യക്തി മരണപ്പെടേണ്ടത് ഈമാനിലായിക്കൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈമാനോടുകൂടി കണ്ടുമുട്ടുക, അതാണ് സ്വഹബത്ത് ലഭിക്കാനുള്ള നിബന്ധന. അതാണ്. അതല്ലാതെ കുറേ കാലം നബിയുടെ കൂടെ ജീവിക്കണമെന്നില്ല. അതല്ലെങ്കിൽ നബിയുടെ കൂടെ യുദ്ധം ചെയ്തവർ അവരാണ് സ്വഹാബികൾ. അങ്ങനെയൊന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് നബിയെ ജീവിതകാലത്ത് ഈമാനോടുകൂടി ഒരു തവണ കണ്ട ആളുകളും അവരും മുഅ്മിനീങ്ങൾ തന്നെയാണ്, അവരും സ്വഹാബികൾ തന്നെയാണ്. ഈ ഒരു നിർവചനം പഠിക്കുന്നതോടുകൂടി സ്വഹാബികളുടെ പരിധിയിൽ പെടുന്നവരാരാണ്, ആ പരിധിയിൽ പെടാത്തവരാരാണ് എന്ന് നമുക്ക് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ ജീവിതകാലത്ത് അദ്ദേഹം കാഫിറായിക്കൊണ്ടാണ് നബിയെ കണ്ടുമുട്ടുന്നത്. പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വഹാബിയായി പരിഗണിക്കുകയില്ല. കാരണം അദ്ദേഹം നബിയെ കണ്ടുമുട്ടിയത് മുഅ്മിനായിക്കൊണ്ടല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബിയിൽ വിശ്വസിച്ച ആളുകൾ അവരെയും സ്വഹാബികളായി പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ മയ്യത്തിനെ മറമാടുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ആളുകളുണ്ട്. ദൂരെ നിന്ന് യമനിൽ നിന്നും അതുപോലെയുള്ള ദൂര ദിക്കുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹ്ബത്ത് ലഭിക്കാനായി നബിയുടെ അടുക്കലേക്ക് വന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ നബിയുടെ അടുക്കൽ എത്തുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്താണ് അവർ കാണുന്നത്. അങ്ങനെ നബിയുടെ മയ്യത്ത് കണ്ട ആളുകൾ
നബിയുടെ ജീവിതകാലത്തല്ല, നബിയുടെ മരണശേഷമാണ് നബിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ആളുകളെയും സഹാബികളുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സാകുന്നതിന് മുൻപ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുൻപ് നബിയെ കണ്ടുമുട്ടിയ ആളുകളുണ്ട്. അങ്ങനെ നുബൂവത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ നബിയെ കാണുകയും എന്നാൽ നുബൂവത്ത് ലഭിച്ചതിന് ശേഷം പിന്നീട് നബിയുമായി കണ്ടുമുട്ടാത്ത ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളും സഹാബത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്ന് കാലത്ത് പതിവുണ്ടായിരുന്നതുപോലെ ചെറിയ കുഞ്ഞുമക്കൾ പ്രസവിച്ചാൽ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഉമിനീര് അതിന്റെ ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി ആ കാരക്ക ചവച്ച് ആ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് നബിയെ കണ്ട ധാരാളം ആളുകളുണ്ട്. അവരും സഹാബത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. മറിച്ച് അവർ പ്രായപൂർത്തിയായതിനു ശേഷം, ബുദ്ധി ഉറച്ചതിന് ശേഷം അവർ വീണ്ടും കാണേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സഹാബി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, വേർതിരിക്കേണ്ട കാര്യം ഇതാണ്. സഹാബത്തിന്റെ കൃത്യമായ എണ്ണം അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അത്രയും ധാരാളം സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ വ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വമൻ നദറ ഫീ സീറത്തിൽ ഖൗം, സഹാബത്തിന്റെ ചരിത്രം അത് പഠിക്കുന്നവൻ, അത് മനസ്സിലാക്കുന്നവൻ, അത് നോക്കിക്കാണുന്നവൻ, ബിഇൽമിൻ വബസീറ, ഇൽമോടുകൂടിയും അതുപോലെ ബസീറത്തോടുകൂടിയും അത് മനസ്സിലാക്കുന്നവൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, അവൻ എന്ത് മനസ്സിലാകും? സഹാബത്തിന്റെ ഫضല് അവന് തിരിച്ചറിയാൻ കഴിയും. ആ സഹാബത്തിനെ പോലെ ഒരു സമൂഹം അമ്പിയാക്കന്മാർക്ക് ശേഷം വന്നിട്ടില്ല, ഇനി അവരെ പോലെ ഒരു സമൂഹം വരികയുമില്ല എന്നവർക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെ കവിതയിൽ പറഞ്ഞതുപോലെ ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് സഹാബത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരെന്റെ തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്ന് വരുന്നവരാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം വരുന്ന തലമുറയാണ്. അതാണ് ആദ്യത്തെ 3 തലമുറ എന്ന് പറയുന്നത്. അവരെയാണ് സലഫുകൾ എന്ന് നാം വിളിക്കാറുള്ളത്. ആദ്യത്തെ 3 തലമുറ സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും, അവരാണ് ഏറ്റവും ഉത്തമമായ തലമുറ. അതിനുശേഷം വരുന്ന ആളുകൾ അവർക്ക് ഈ ശ്രേഷ്ഠതയില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് ശേഷം വന്ന ആളുകൾ അവർ സ്വഹാബത്തിന്റെ ആ പദവിയിലേക്ക് എത്തുകയില്ല. ഒരിക്കൽ ഇമാം അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണോ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ? ഇതിൽ ഒന്നാമത്തെ വ്യക്തി സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം സഹാബിയല്ല. ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ഇന്നൽ ഗുബാറ അല്ലദീ ദഖല ഫീ അൻഫി മുആവിയത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ദലു മിൻ ഉമറ ബിഅൽഫി മറ. അദ്ദേഹം പറയുന്നു, അല്ലാഹുവാണേ സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചു പോയ പൊടിപടലങ്ങൾ, അതാണ് 1000 ഉമറിനേക്കാൾ ശ്രേഷ്ഠമെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹാബത്തിനെ പോലെയുള്ള ഒരു ജനവിഭാഗം ഇനി വരാനില്ല. അവരെക്കാൾ തഖ്വയുള്ള ശ്രേഷ്ഠതയുള്ള ഈമാനുള്ള ആളുകൾ ഇനി വരാനില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സല്ല മുആവിയതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലിന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. എന്നിട്ടോ ഫഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖാല മുആവിയതു റബ്ബനാ വലക്കൽ ഹംദ് ഫമാ ബഅദ ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പിറകിൽ നിന്ന് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അതിനുശേഷം പിന്നീട് എന്ത് വേണം എന്നാണ് അദ്ദേഹം ആ വ്യക്തിയോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബികളുമായി താരതമ്യം ചെയ്യാൻ ഒരു വിഭാഗവും തന്നെ, ഒരു ജനവിഭാഗവും ഇല്ല. ഇനി അങ്ങനെയുള്ള ആളുകൾ അവർ കടന്നു വരികയുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ, അവർക്കുള്ള അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്.
സഹാബത്തിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. കാരണം നമ്മെക്കാൾ ഇസ്ലാമിലേക്ക് മുൻകടന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് സ്വഹാബത്തിനെ ഇഷ്ടപ്പെടാൻ, ആ സ്വഹാബത്തിനെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് നമ്മെ നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നാം എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് വാദിക്കുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് നാം എന്ന് നാം വാദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരെയും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രശംസിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു വിഭാഗമാണ് സഹാബത്ത് എന്ന് പറയുന്നത്. റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിക്കുന്നവനാണ് നീയെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സഹാബത്തിനെയും നീ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒരു കാരണമായി, ഒരു മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് അൻസാറുകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ. അൻസാറുകളെ ഇഷ്ടപ്പെടുന്നവർ അവർ മുഅ്മിനീങ്ങളാണ്. അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ അവർ മുനാഫിഖുകളാണ്. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്. ആരെങ്കിലും അൻസാറുകളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്. ആരെങ്കിലും അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നതാണ്, അവരോട് കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗമാണ് സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈമാനിൻ്റെ അടയാളമാണ്. നമുക്ക് ഈമാനുണ്ടോ, നമ്മുടെ ഈമാൻ അത് പരിശോധിക്കാനുള്ള ഒരു അടയാളമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിൻ്റെ അടയാളമാണ് അൻസാറുകളെ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം. വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. നിഫാഖിൻ്റെ അടയാളമാണ് അൻസാറുകളെ വെറുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഈമാനിൻ്റെയും അതുപോലെ നിഫാഖിൻ്റെയും അടയാളമായി റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യം എന്താണ്? സ്വഹാബത്തിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് സ്വഹാബത്തിനോടുള്ള ഇഷ്ടം എന്നത് അത് നമ്മുടെ ഈമാനാണ്, നമ്മുടെ ദീനാണ് എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, സ്വഹാബത്ത് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതന്മാരായിരുന്നു. റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവരായിരുന്നു. റസൂലിൻ്റെ മേൽ ഒരു മുറിവേൽക്കുന്നത് പോലും ആ സ്വഹാബത്തിന് അങ്ങേയറ്റം പ്രയാസമായിരുന്നു. ആ റസൂലിന് അങ്ങേയറ്റം പരിചയവും സംരക്ഷണവും നൽകിയ ഒരു വിഭാഗമാണ് സഹാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നാം പറയാറുള്ളത് അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നാം അവരെ പേര് തന്നെ പറയാറുള്ളത്. അതുകൊണ്ട് റസൂലിനോട് ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ആ റസൂലിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, ആ റസൂലിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, അവിടുത്തെ അനുചരന്മാർ, അവരെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഇമാം അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ കബായിർ, വൻ പാപങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഹുബ്ബു അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൻവാനു മഹബ്ബതിഹി. സഹാബത്തിനോടുള്ള ഇഷ്ടം, സഹാബത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. വബുഗ്ദുഹും ഉൻവാനു ബുഗ്ദിഹി. നീ സഹാബത്തിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് റസൂലിനെ വെറുക്കുന്നത് പോലെയാണ്, അതിൻ്റെ അടയാളമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമത്തെ കാരണം, സഹാബത്തിനെ ഇഷ്ടപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അഞ്ചാമത്തെ കാരണം എന്താണ്? അവർ നന്മയിൽ, തഖ്വയിൽ, ഈമാനിൽ നമ്മെക്കാൾ മുൻകടന്നവരാണ്. ഇസ്ലാമിലേക്ക് മുൻകടന്നവർ, ദീനിന്റെ വാഹകർ, ഈ ദീനിന്റെ സ്ഥാപനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവർ, റസൂലിന്റെ സഹായികൾ എന്നിങ്ങനെ തുടങ്ങി അവർക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒട്ടനവധി നന്മകൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവരോട് നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ ഇഷ്ടവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അതിനൊരു ഉദാഹരണം പറഞ്ഞതായി കാണാം. നാം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, അങ്ങേയറ്റം ദാഹിച്ച് വലഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കൊരാൾ ഒരു ഗ്ലാസ് വെള്ളം തരികയാണ്, തണുത്ത വെള്ളം തരികയാണ്. ആ തണുത്ത വെള്ളം ഒരാൾ നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മൾ നന്ദി കാണിക്കും, അദ്ദേഹത്തോട് നമ്മൾ നന്ദി വാചകങ്ങൾ പറയും, അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ദീനിന്റെ എല്ലാ നിയമങ്ങളും, എല്ലാ ഹുക്മുകളും, എല്ലാ നന്മകളും നിനക്കറിയിച്ച് നൽകിയത് സഹാബത്താണ്. റസൂലിൽ നിന്ന് എല്ലാ ഹുക്മുകളും നമ്മിലേക്ക് വന്നെത്തിയത് അത് സഹാബത്തിലൂടെയാണ്. അങ്ങനെ നിനക്ക് നിന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാ നന്മകളും അറിയിച്ചു തന്ന സഹാബത്തിനെ നീ എത്രമാത്രം സ്നേഹിക്കേണ്ടതുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇമാം തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുബ്ബുഹും
ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സ്വഹാബത്തിനെ സ്നേഹിക്കുക, സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, അത് ഈമാനാണ്, അത് ഇഹ്സാനാണ്. വബുഗ്ദുഹും, അവരെ വെറുക്കുക എന്നുള്ളത് അത് കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ, അത് കുഫറാണ്, അത് നിഫാഖാണ്, കപടതയാണ്, അത് അതിക്രമമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ അവർ പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കേണ്ടവരാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സ്നേഹിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഒരു വ്യക്തിയിൽ അവനിൽ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതാണ്. അതിലൊരു കാര്യം എന്താണ്? വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു വ്യക്തിയെ അവൻ ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ പേരിൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള ഒരു കാരണമായി, അതിനുള്ളൊരു വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വിശേഷണമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടണം എന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും അത് സ്വഹാബത്തിനെ ഇഷ്ടപ്പെടണമെന്ന് അറിയിക്കുന്ന ഹദീസുകളാണ്. കാരണം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്, അതിൽ ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നത് അത് റസൂലിന്റെ സ്വഹാബത്ത് തന്നെയാണ്, അവർ സ്വഹാബികൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സ്വഹാബത്തിനോടുള്ള ഈ ഇഷ്ടം, ഈ സ്നേഹം അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഔസഖു അമലി ഫീ നഫ്സി ഹുബ്ബി അബാ ബക്ർ വ ഉമർ വ അബാ ഉബൈദ വ ഹുബ്ബി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്മഈൻ. അദ്ദേഹം പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സൽക്കർമ്മം അതേതാണ്? സഹാബത്തിനോടുള്ള ഇഷ്ടമാണ്. അബൂബക്കറിനോടും ഉമറിനോടും അബൂ ഉബൈദയോടും മറ്റുള്ള സഹാബത്തിനോടൊക്കെയുള്ള ഇഷ്ടം അതെനിക്ക് അള്ളാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം എനിക്ക് പ്രതിഫലം നൽകുന്ന കർമ്മമാണ് എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മതസ്സാഅ, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വമാദാ അഅദത്ത ലഹാ, നീ ആ അന്ത്യനാളിന് വേണ്ടി, ആ ദിനത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറയുന്നു, ലാ ശൈഅ, എൻ്റെ പക്കൽ നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ മറ്റ് ഐച്ഛിക കാര്യങ്ങളൊന്നും എൻ്റെ പക്കലില്ല. ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നീ. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയായിരിക്കും നീ എന്ന റസൂലിന്റെ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഅന ഉഹിബ്ബുൻ നബിയ്യ വ അബാ ബക്രിൻ വ ഉമർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള ഇഷ്ടം കാരണത്താൽ, അവരോടുള്ള സ്നേഹം കാരണത്താൽ സ്വർഗ്ഗത്തിൽ അവരുടെ കൂടെ ഞാൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവരെ പോലെ സൽക്കർമ്മങ്ങൾ ഇല്ലെങ്കിലും അവരോടുള്ള സ്നേഹം കാരണത്താൽ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ എനിക്ക് എത്താൻ കഴിയുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബത്തിനോടുള്ള സ്നേഹം അത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചുമക്കൾ, അവർക്ക് സഹാബത്തിനോടുള്ള സ്നേഹവും അവരുടെ പേരുകളും അവരുടെ ചരിത്രങ്ങളും നാം പഠിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ അവരുടെ മക്കളെ ഖുർആനിലെ ഒരു സൂറത്ത് എങ്ങനെയാണോ അവർ പഠിപ്പിക്കാറുള്ളത്, അതുപോലെ സഹാബത്തിനെ കുറിച്ച്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അവരെ ഇഷ്ടപ്പെടേണ്ടതിനെ കുറിച്ചൊക്കെ അവർ പഠിപ്പിക്കാറുണ്ടായിരുന്നു. സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത്? ധാരാളം തവണ പറഞ്ഞു കൊടുത്ത് നമ്മളത് ശരിയാക്കാറുണ്ട്. അതുപോലെ അബൂബക്കറിനോടും ഉമറിനോടും മറ്റു സഹാബത്തിനോടുമുള്ള ഇഷ്ടം, അവരുടെ കഥകൾ, അവരുടെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ള സാലിഹീങ്ങളുടെ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് അത് അത്തരത്തിലുള്ള നല്ല ആളുകളുമായിട്ടായിരിക്കും. അതല്ല, അവർ കേൾക്കുന്നതും അവർ കാണുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള മറ്റു വല്ല കഥകളുമാണെങ്കിൽ, മറ്റു വല്ല ഇല്ലാ കഥകളും കാർട്ടൂണുകളും ഒക്കെ ആണെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ അത് വളരും തോറും അതിലേക്കായിരിക്കും ചാഞ്ഞുപോവുക. ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹാബത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആന്തരികമായും
ബാഹ്യമായും അവരെ സംസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് റസൂലെ താങ്കളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ, മുഅ്മിനീങ്ങൾ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഒരു വിഭാഗമാണ് സഹാബത്ത് എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ കാന മിൻകും മുതഅസ്സിയൻ ഫലിയതഅസ്സ ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെയെങ്കിലും അനുധാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്തു കൊള്ളുക, അവരെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്നഹും കാനൂ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ. ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ശുദ്ധമായ ഹൃദയത്തിന്റെ നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണ് സഹാബത്ത്. വഅഅമഖഹാ ഇൽമ. അല്ലാഹുവെക്കുറിച്ച്, റസൂലിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് അങ്ങേയറ്റം അഗാധമായ ആഴത്തിലുള്ള അറിവുള്ളവരാണവർ. വഅഖല്ലഹാ തകല്ലുഫൻ. തീരെ ജാടയില്ലാത്തവരാണ്, അഥവാ ഇല്ലാത്ത കാര്യങ്ങൾ പുറമേക്ക് പെരുപ്പിച്ച് കാണിക്കാത്തവരാണ് സഹാബത്ത് എന്ന് പറയുന്നത്. വഅഹ്സനഹാ ഹാലൻ. ഏറ്റവും നല്ല അവസ്ഥയിൽ ഉള്ളവരാണവർ. എന്നിട്ട് പറയുന്നു, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിക്ക് വേണ്ടി, ആ നബിയുടെ സുഹ്ബത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണവർ. വ ഇഖാമത്തി ദീനിഹി. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തവരാണവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ശ്രേഷ്ഠതകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. വത്തബിഊഹും ഫീ ആസാരിഹിം. അവരുടെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. സഹാബത്തിന്റെ അഭിപ്രായം, സഹാബത്തിന്റെ നിലപാടുകൾ, അവർ ഏകോപിച്ച കാര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ നിലപാടുകൾ, അതായിരിക്കണം നാം പിൻപറ്റേണ്ടത്. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം. കാരണം അവർ നിലകൊള്ളുന്നത് ശരിയായ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് അവിടുന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയുണ്ടായി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. അങ്ങനെ ആ സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഹൃദയം, ഏറ്റവും സംശുദ്ധമായ ഹൃദയമായി അല്ലാഹു കണ്ടെത്തിയത് മുഹമ്മദ് നബിയുടെ ഹൃദയത്തെയായിരുന്നു. അങ്ങനെ ഫസ്തഫാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹമ്മദ് നബിയെ അല്ലാഹുവിന്റെ ദീനുമായി ആ മുഹമ്മദ് നബിയെ തിരഞ്ഞെടുക്കുകയും റിസാലത്തുമായി അവിടുന്ന് നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് നോക്കിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയുണ്ടായി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളായി അല്ലാഹു കണ്ടെത്തിയത് അത് റസൂലിന്റെ സഹാബത്തിനെയാണ്. ഫജഅലഹും മുസറാഅ നബിയിഹി. അങ്ങനെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയുടെ സഹായികളായി അവരെ നിശ്ചയിക്കുകയും യുഖാതിലൂന അലാ ദീനിഹി. ആ ദീനിന്റെ മാർഗത്തിൽ അവരെ പോരാടുന്നവരാക്കി മാറ്റുകയും ചെയ്തു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇതാണ് സഹാബത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. അവരെ അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. അവർ അങ്ങേയറ്റം ഹൃദയവിശുദ്ധിയുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട വിഭാഗമാണ്. അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത്, അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമീഅൻ മിൻ അഹ്ലിൽ ജന്ന. സഹാബത്ത് അവരെല്ലാവരും സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ കുറിച്ച് പറയവേ അവിടുന്ന് പറയുകയുണ്ടായി, റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു അവരെക്കുറിച്ചും അവർ അല്ലാഹുവെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗ പൂന്തോപ്പുകൾ അല്ലാഹു അവർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ അബദ. അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതായി കാണാം. നാലാമത്തേത്, അവരാണ് ഏറ്റവും ഉത്തമമായ സമൂഹം, ഉത്തമമായ സമുദായം അവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഉമ്മത്തിലെ എല്ലാ മുസ്ലിമീങ്ങളുമാണ്. അതിലേറ്റവും ഒന്നാമതായി അതിൽ ഉൾപ്പെടുന്നവർ അത് സ്വഹാബത്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അടുത്തതായി മനസ്സിലാക്കേണ്ട കാര്യം, സ്വഹാബത്ത് അവർ ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ. നക്ഷത്രങ്ങൾ അത് ആകാശത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്.
ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, നക്ഷത്രങ്ങൾ അത് ആകാശത്ത് നിന്ന് ഇല്ലാതായാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വന്നെത്തുന്നതാണ്, അഥവാ അന്ത്യനാൾ സംഭവിക്കുന്നതാണ്. അന്ത്യനാൾ അടുക്കുന്നതോടുകൂടി നക്ഷത്രങ്ങൾ അത് ഉതിർന്നു വീഴുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. എന്നിട്ട് പറയുന്നു, വഅന അമനതുൽ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ വിടവാങ്ങിയാൽ, ഞാൻ മരണപ്പെട്ടു പോയാൽ സഹാബത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വന്നെത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബത്തിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ അവർക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വഅസ്ഹാബി അമനതുൽ ലി ഉമ്മതി, സഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള അമനത്താണ്, അവർ നിർഭയത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, സഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ, അവർ ഈ ദുനിയാവിൽ നിന്ന് അവരെല്ലാവരും പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ അത് വന്നെത്തുന്നതാണ്. സഹാബത്തിന്റെ മരണത്തോടുകൂടി ബിദ്അത്തിന്റെ കക്ഷികൾ അവർ പ്രത്യക്ഷമായി അവർ വേരുറപ്പിക്കുകയും അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹാബത്തിന്റെ കാലത്ത് ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ അവർ പുറമേക്ക് വന്നിരുന്നില്ല, അവർക്ക് ശക്തിയില്ലായിരുന്നു. പക്ഷേ സഹാബത്തിന്റെ കാലം കഴിഞ്ഞതോടുകൂടി ഈ ഉമ്മത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ അവർ ശക്തി പ്രാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക, അത് ഉൾക്കൊള്ളുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുക. അടുത്തതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു മസ്അലയാണ് സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ, അവരുടെ പദവികൾ നാം മനസ്സിലാക്കി. എന്നാൽ എല്ലാ സഹാബത്തും ഒരേ ശ്രേഷ്ഠതയിലുള്ളവരല്ല. അവർക്കിടയിൽ പദവികളിൽ ഏറ്റ വ്യത്യാസമുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. അപ്പോൾ സഹാബത്തിൽ ചിലർ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള സഹാബത്തിനെ അവരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയല്ല അത് പറയുന്നത്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാണ്? അതാണ് ഈ രണ്ട് വരികളിലൂടെ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അബൂബക്കറും പിന്നീട് ഉമറും പിന്നീട് ഉസ്മാനും പിന്നീട് അലി റളിയല്ലാഹു അൻഹും. ഇതാണ് ശ്രേഷ്ഠതയുടെ അതിന്റെ ക്രമം. അങ്ങനെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഹും ഫിൽ ഫദ്ലി കതർതീബിഹിം ഫിൽ ഖിലാഫ, അവരുടെ ഭരണത്തിൽ അവരുടെ ക്രമം എങ്ങനെയായിരുന്നുവോ അതേപോലെയാണ് ശ്രേഷ്ഠതയിലുള്ള അവരുടെ ക്രമം. അപ്പോൾ ആദ്യത്തെ ഭരണാധികാരി അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതേ ക്രമമാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിലും അവർക്കുള്ളത്. ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാനാണ്, പിന്നീട് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കിയുള്ള 6 സഹാബികൾ, പിന്നീട് ബദറിൽ പങ്കെടുത്തവർ, പിന്നീട് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ, പിന്നീട് ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ. ഇങ്ങനെയാണ് സഹാബത്തിന്റെ ശ്രേഷ്ഠതയിലുള്ള ക്രമം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, കുന്നാ നതഹദ്ദസു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഖൈറ ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയ്യിഹാ അബൂബക്കർ വഉമർ വഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഫയബ്ലുഗു ദാലിക നബിയ്യ ഫലാ യുൻകിറുഹു അലൈനാ. ഈ വാർത്ത നബിയുടെ അടുക്കൽ എത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പേരിൽ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അതിൽ നിന്ന് ഞങ്ങളെ വിലക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന മകൻ. അദ്ദേഹം തന്റെ പിതാവിനോട്, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് ആ മകൻ വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ, പിന്നീട് ആരാണ്? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ഉമറു, പിന്നീട് ഉമറാണ്. എന്നിട്ട് മകൻ പറയുന്നു, വഖശീതു അൻ യഖൂല ഉസ്മാനു, മൂന്നാമതായി അദ്ദേഹം ഉസ്മാൻ എന്ന് മറുപടി പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം
ആ മകൻ ധരിച്ചിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് അത് തൻ്റെ പിതാവായ അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്നാണ് ആ മകൻ ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് മകൻ തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, സുമ്മ അൻത, ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീട് താങ്കളാണോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട കേവലം ഒരു വ്യക്തി മാത്രമാണ് എന്ന് അദ്ദേഹം വിനയത്തോടുകൂടി അദ്ദേഹം അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പലതവണ പ്രഖ്യാപിച്ച കാര്യമാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം വാദിച്ചുകൊണ്ട് പിൽക്കാലത്ത് കടന്നു വന്ന റാഫിദികൾ അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഷിയഅത്തു അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി എന്ന രൂപത്തിലാണ് അവർ തുടങ്ങിയത്. അവർ വാദിക്കുന്നത് എന്താണ്? ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ്, അതിന് ഏറ്റവും അർഹരായവർ അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നൊക്കെയാണ് ഷിയാക്കൾ അവർ വിശ്വസിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും അവർ മോശമായ പലതും പറയുകയും അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നവരാണ് റാഫിദികളായ ആളുകൾ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 80ഓളം രൂപത്തിൽ ഈ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 80ഓളം രൂപത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ഷിയാക്കൾ അത് നിഷേധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വശ്ശിയഅതു തുകദ്ദിബുഹു ഫഹും മഅഹു കന്നസാറ മഅൽ മസീഹ് വൽയഹൂദി മഅ മൂസ അലൈഹിസ്സലാം. അദ്ദേഹം പറയുകയാണ്, ക്രൈസ്തവരായ ആളുകൾ അവർ മഹാനായ ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് എങ്ങനെയാണോ ക്രൈസ്തവരായ ആളുകൾ നിലകൊള്ളുന്നത്, അതുപോലെയാണ് ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ അവർ കളവാക്കുകയാണ്. ഈസ അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷേ ക്രൈസ്തവരായ ആളുകൾ അദ്ദേഹത്തിന്റെ ആ വാക്ക് മുഖവിലക്കെടുത്തില്ല. അവർ ഈസ അലൈഹിസ്സലാമിനാണ് ഇബാദത്തുകൾ സമർപ്പിക്കുന്നത്. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിനെ ഷിയാക്കളും അവർ കളവാക്കുകയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബികൾക്കിടയിൽ അവർക്ക് ഇടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റവും വ്യത്യാസമുണ്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ശ്രേഷ്ഠരായവർ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ്. എന്നിട്ട് ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, വഇന്നഹും വറഹ്ത ലാ റൈബ ഫീഹിം അലാ നുജുബിൽ ഫിർദൗസ് ബിൽ ഖുൽദി തസ്റഹു. ആദ്യത്തെ 4 ആളുകളെ നാം മനസ്സിലാക്കി. അതിനുശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 ആളുകളുണ്ട്. 10 ആളുകളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. അതിൽ ആദ്യത്തെ 4 ആളുകൾ ഈ പറയപ്പെട്ടവരാണ്. ഇനി ബാക്കി 4 ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് പിന്നീട് ഇബ്നു അബീ ദാവൂദ് റഹിമഹുള്ള പറയുന്നത്. അവരെല്ലാവരും അവർ സ്വർഗത്തിലാണ്, അതിൽ സംശയമില്ല. അവർ സ്വർഗത്തിൽ ഫിർദൗസിൽ ഉന്നതങ്ങളായ വാഹനങ്ങളിൽ അവർ ആ സ്വർഗത്തിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ആ ബാക്കിയുള്ള 6 ആളുകളുടെ പേര് അദ്ദേഹം പറഞ്ഞതായി കാണാം. സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹതു വആമീറു ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു. ഒന്നാമത്തെ വ്യക്തി സഈദ് ബിൻ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, അതാണ് ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത്തേത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. നാലാമത്തേത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. അഞ്ചാമത്തേത് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. ആറാമത്തേത് അസ്സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഈ പറയപ്പെട്ട 6 സ്വഹാബികൾ അവർക്കിടയിൽ എന്തില്ല? ആദ്യം ഇന്നയാളാണ്, പിന്നീട് ഇന്നയാളാണ് എന്നുള്ള ശ്രേഷ്ഠതയില്ല. എന്നാൽ ആദ്യത്തെ 4 ആളുകൾക്കിടയിൽ ആദ്യം ഇന്നയാളാണ്, പിന്നീട് ഇന്നയാളാണ് എന്ന ശ്രേഷ്ഠതയുണ്ട് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖുൽ ഖൈറ ഖൗലിൻ ഫിസ് സഹാബതി കുല്ലിഹിം വലാ തകു തആനൻ തഈബു വതജ്റഹു. എല്ലാ സഹാബികളെ കുറിച്ചും നീ നല്ല വാക്കുകൾ, നല്ലത് മാത്രം നീ പറയുക. അവരെ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അവരെ അവഹേളിക്കുവാനോ നീ തുനിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി നീ മാറാൻ പാടില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫഖദ് നതഖൽ വഹ്യുൽ മുബീൻ ബിഫദ്ലിഹിം. ആ സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ അത് ഖുർആനാകുന്ന വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വഫിൽ ഫത്ഹി ആയുൻ ലിസ്സഹാബതി തംദഹു. സൂറത്തുൽ ഫത്ഹിൽ സ്വഹാബികളെ പ്രശംസിക്കുന്ന ചില ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ 2 വരികളിലൂടെ ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ പറയുന്ന കാര്യം എന്താണ്? സ്വഹാബത്തിനെ കുറിച്ച് നല്ലത് കരുതുക.
അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ഇപ്രകാരം പറയും. എന്താണ് അവർ പറയുന്നത്? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അതുപോലെ ഞങ്ങൾക്കും അല്ലാഹുവേ റബ്ബേ നീ പുറത്തു നൽകണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ യാതൊരു പകയും വിദ്വേഷവും ഉണ്ടാക്കരുതേ. നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ പാപങ്ങൾ മാപ്പാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നാവ് കൊണ്ട് നല്ലത് പറയുക. രണ്ടാമത്തേത്, അവരെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത്, ഹൃദയം കൊണ്ട് നല്ലത് വിചാരിക്കുക, നല്ലത് കരുതുക എന്നുള്ളത്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, വമിൻ ഉസൂലി അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അവരുടെ ഉസൂലുകളിൽപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സലാമത്തു ഖുലൂബിഹിം വഅൽസിനതിഹിം ലിഅസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച്, അവരെക്കുറിച്ച് നല്ലത് പറയുക, അവരെക്കുറിച്ച് നല്ലത് കരുതുക എന്നുള്ളത് അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹാബത്ത് അവരുടെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കി. അവർ അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ളവരാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. ഇതൊക്കെ നാം പറയുമ്പോഴും വിശ്വസിക്കുമ്പോഴും ആ സഹാബത്തിന് അവർക്ക് നമ്മൾ ഇസ്മത്ത് വകവെച്ചു കൊടുക്കുന്നില്ല. അഥവാ അവർ പാപസുരക്ഷിതരാണ്, ജീവിതത്തിൽ ഒരിക്കലും തിന്മകൾ സംഭവിക്കാത്തവരാണ്, തെറ്റുകൾ സംഭവിക്കാത്തവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് സഹാബത്തിന് അവർക്ക് മാനുഷികമായ തെറ്റുകൾ സംഭവിക്കാം, അവരിൽ നിന്ന് ചില പിഴവുകൾ അവരിൽ നിന്ന് സംഭവിക്കാം, അവർ മനുഷ്യരാണ് എന്ന് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. എന്നാൽ സഹാബത്തിന്റെ തെറ്റുകളും അതുപോലെ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളും അത് ഒരുപോലെയല്ല. അത് സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ, അവരുടെ ഫضലുകൾ തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹാബത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് നമ്മൾ അത് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം സഹാബത്തിനെ കുറിച്ച് ധാരാളം ഇല്ലാത്ത കഥകൾ, അതുപോലെ തന്നെ സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടി അവരുടെ പേരിൽ ഇല്ലാത്ത ഹദീസുകൾ, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് നമ്മിലേക്ക് വന്നിട്ടുള്ള വാർത്തകൾ അത് സഹീഹാണോ എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമതായി, സഹാബത്തിൽ നിന്ന് ഇനി അഥവാ അങ്ങനെ വല്ല വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് ഉദ്റുകൾ നൽകണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരന് അവരിൽ നിന്ന് വല്ല വീഴ്ചയും വരുമ്പോൾ അവനത് ചെയ്യണമെങ്കിൽ, അവനത് പറയണമെങ്കിൽ അവന് വല്ല ന്യായവും ഉണ്ടായേക്കാം എന്നാണ് നമ്മൾ ഒരു സാധാരണ ഒരു മുഅ്മിനെ കുറിച്ച് നാം അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. പിന്നീട് എങ്ങനെയാണ് ഈ ദീനിന്റെ തുടക്കക്കാരായ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഈ ദീനിന്റെ സ്ഥാപനത്തിനായി അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകൾ സഹാബത്തിനെ കുറിച്ച് നാം എങ്ങനെയാണ് വിചാരിക്കേണ്ടത്? അവർ അത് ചെയ്യണമെങ്കിൽ അവർക്ക് വല്ല ന്യായങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ അവർ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത് മറ്റൊരു രൂപത്തിലായേക്കാം. അതല്ലെങ്കിൽ അവരുടെ ഇജ്തിഹാദിന്റെ ഫലമായി അവർ ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് മറവി സംഭവിച്ചുകൊണ്ട് അവർ ചെയ്തതായിരിക്കാം. എന്നൊക്കെയുള്ള നല്ല ധാരണകളാണ് നാം സഹാബത്തിനെ കുറിച്ച് വെച്ച് പുലർത്തേണ്ടത്. ഇനി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവരിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ തെറ്റുകളെയൊക്കെ ഇല്ലാതാക്കുന്ന 5 സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അത് തൗബ തന്നെയാണ്. തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് പൊറുക്കാത്ത ഒരു പാപവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ അവൻ തെറ്റില്ലാത്തവനെ പോലെയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, വത്തൗബതു തജുബ്ബു മാ കാന ഖബ്ലഹ, തൗബ അതിന് മുൻപുള്ള പാപങ്ങളെയൊക്കെ അത് ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ പറയുകയാണ്, ഹും അസ്റഉൻ നാസി ഇല തൗബ, സ്വഹാബത്ത് അവർ തെറ്റുകൾ സംഭവിച്ചു പോയാൽ പെട്ടെന്ന് തൗബ ചെയ്യുന്നവരാണ് അവർ. അതുകൊണ്ട് അവരിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് തൗബ ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിതങ്ങൾ നാം പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ ഇസ്ലാമിലേക്ക് നമ്മെക്കാൾ മുൻകടന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തവരാണ്, ജിഹാദിൽ ഏർപ്പെട്ടവരാണ്. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്തവരെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം. സഹാബത്തിൽ നിന്ന്
വന്നിട്ടുള്ള വീഴ്ചകൾ, അവരിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ, അത് പൊറുക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് അവർ ചെയ്ത വലിയ വലിയ നന്മകൾ, അവർ ചെയ്ത ഹൈറാത്തുകൾ, ഹസനാത്തുകൾ, അതവരുടെ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്. നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ അത് തിന്മകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ. ഒരു തിന്മ സംഭവിച്ചു പോയാൽ അതിന് തൊട്ടു പിറകെയായി നീ ഒരു നന്മ ചെയ്യുക, അതതിനെ മായ്ച്ചു കളയുന്നതാണ്. അത് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സ്വഹാബത്തിന്റെ നന്മകൾ എത്രയാണ്! അവരുടെ സ്വതക്കയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ. നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. അവർ ചെലവഴിച്ച ഒരു മുദ്ദിനോളം അല്ലെങ്കിൽ അതിന്റെ പകുതിയോളം അത് എത്തുകയില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈകൾ കൊണ്ട് വാരിയെടുക്കുന്ന അളവാണ്. അത് ആ മുദ്ദിനോളമോ അല്ലെങ്കിൽ അതിന്റെ പകുതിയോളമോ എത്തുകയില്ല. ഇത് അവരുടെ സ്വതക്കയുടെ കാര്യമാണ്. അപ്പോൾ അവരുടെ നമസ്കാരവും അവരുടെ നോമ്പും അവരുടെ ജിഹാദും അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലങ്ങൾ എത്രയായിരിക്കും! അതുകൊണ്ട് അവരുടെ നന്മകൾ അതൊക്കെ അവരുടെ തിന്മകളെ, അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളെ അത് ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുന്നവരാണവർ. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ട തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും. ആ ഉമ്മത്തിൽ ആ തൗഹീദുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി ശുപാർശ ചെയ്യും. അതിൽ ഉൾപ്പെടുന്നവർ, അതിൽ ആദ്യത്തെ ആളുകൾ ആരാണ്? അത് സ്വഹാബത്താണ്. ആ തൗഹീദ് അതങ്ങേയറ്റം സാക്ഷാത്കരിച്ച ആളുകൾ, ആ തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെട്ട സ്വഹാബത്താണ് അതിൽ ആദ്യമായി ഉൾപ്പെടുന്നവർ. റസൂലിന്റെ ശഫാഅത്തിൽ അവരെന്തായാലും അതിൽ ഉൾപ്പെടുന്നവരാണ്. അങ്ങനെയും അവരുടെ പാപങ്ങൾ, തെറ്റുകൾ അത് മായ്ക്കപ്പെടുന്ന കാര്യമാണ്. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുന്നു, ദുനിയാവിൽ വെച്ച് ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അവരുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഒരു മുഅ്മിനിനെ ബാധിക്കുന്ന ക്ഷീണമോ തലവേദനയോ അതല്ലെങ്കിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അതിന് അള്ളാഹുവിന്റെ പക്കൽ അവന് പ്രതിഫലമുണ്ട്. അവൻ ക്ഷമിക്കുകയാണെങ്കിൽ, അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ സഹാബത്ത് നേരിട്ട പ്രയാസങ്ങൾ അതെത്രയാണ്! അവർ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ ധാരാളം പട്ടിണി കിടന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി അവർ കിടങ്ങു കുഴിക്കുന്ന സന്ദർഭത്തിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂബക്കറും ഉമറും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരാണ് അവർ? 3 പേർ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് നബിയും അതുപോലെ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും. അവർ അങ്ങേയറ്റം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ അതില്ലാതാക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് സ്വഹാബത്തിൽ നിന്ന്, അവരിൽ നിന്ന് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള അഹ്ലുസുന്നയുടെ നിലപാട് ഇതാണ്. ഇനി അടുത്തതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം സ്വഹാബത്തിനെ ചീത്ത പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത് അത് വൻ പാപമാണ് എന്ന വിഷയത്തിൽ എല്ലാവരും ഏകാഭിപ്രായമാണ്. അത് വൻ പാപമാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുക, അവരെ അധിക്ഷേപിക്കുക, അവരുടെ വിശ്വസ്തതയെ ഇടിച്ചു താഴ്ത്തുക, ഇതൊക്കെ വൻ പാപമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത് ആ സ്വഹാബത്ത് കൊണ്ടുവന്ന കാര്യത്തെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മുടെ ദീനിന്റെ എല്ലാ ഹുക്കുമുകളും നമ്മിലേക്ക് വന്നെത്തിയത് അത് സ്വഹാബത്തിലൂടെയാണ്. അപ്പോൾ സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത് ആ സ്വഹാബത്ത് നമ്മിലേക്ക് എത്തിച്ചു തന്ന ദീനിനെ ചീത്ത പറയുന്നത് പോലെയാണ്. അതുപോലെ സ്വഹാബത്തിനെ ചീത്ത പറയുന്നത് റസൂലിനെ ചീത്ത പറയുന്നത് പോലെയാണ്. കാരണം അവർക്ക് സുഹബത്ത് എന്ന പദവി അത് റസൂലിന്റെ കൂടെ ജീവിച്ചതിനാലാണ് അവർക്കത് ലഭിച്ചത്. റസൂലിന്റെ അനുചരന്മാർ എന്നാണ് നാം അവരെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവർ അവർ ഒരർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചീത്ത പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, സ്വഹാബത്തിനെ ചീത്ത പറയുക, അവരെ അധിക്ഷേപിക്കുക എന്നുള്ള കാര്യം അത് കുഫറാകുന്നതുമുണ്ട്, കുഫറിന്റെ പരിധിയിൽ എത്താത്തതുമുണ്ട്. ഏതാണ് കുഫറാകുന്ന അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എന്താണ്? ഒന്നാമത്തേത്, മൻ സബ്ബ സ്വഹാബത ജമീഅൻ ഔ ഇഅ്തഖദ കുഫ്റഹും ഔ റിദ്ദത ബഅദിഹിം ഫഹുവ കാഫിറുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബത്ത് മുഴുവനായും അവർ കാഫിറുകളായിട്ടുണ്ട്, മുർത്തദ്ദുകളായിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ സഹാബത്തിനെ മുഴുവനായും ചീത്ത പറയുക, ഇങ്ങനെയൊക്കെ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. അതാണ് ഒന്നാമത്തെ ഇനം.
രണ്ടാമത്തേത് സബ്ബു ശൈഖൈനി അബീ ബക്രിൻ വ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അധിക്ഷേപിക്കുന്ന ആളുകൾ, അവരെ ചീത്ത പറയുന്ന ആളുകൾ, അതും കുഫറാകുന്ന ഒരു ഇനമാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ അവരെ ചീത്ത പറയുന്ന ആളുകൾ അവർ സ്വാഭാവികമായും അവർക്ക് താഴെയുള്ള മറ്റു സഹാബത്തിനെയും അവരുടെ വിഷയത്തിലും സംസാരിച്ചവരായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയുക എന്നുള്ളത് അത് കുഫറാകുന്ന ഇനമാണ്. മൂന്നാമത്തേത്, ധാരാളം തെളിവുകൾ മുത്തവാത്തിറായ നിലക്ക് ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സ്വഹാബത്തുണ്ട്. അത്തരത്തിൽ ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള മുത്തവാത്തിറായ നിലക്ക് ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സ്വഹാബത്തിനെ ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ അതും കുഫറാകുന്ന ഇനമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അങ്ങനെ ധാരാളം സഹാബത്തിനെ കുറിച്ച് മുത്തവാത്തിറായ നിലക്ക് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ചീത്ത പറയുന്നത് അത് കുഫറാകുന്ന ഇനമാണ്. നാലാമത്തേത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരെ വ്യഭിചാരം ആരോപിച്ച സന്ദർഭത്തിൽ അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തി അതേ ആരോപണവുമായി കൊണ്ടാണ് വീണ്ടും വരുന്നതെങ്കിൽ, അതേ ആരോപണം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉന്നയിക്കുകയാണെങ്കിൽ അവൻ കാഫിറായിരിക്കുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ സബ്ബ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ ഔ റമാഹ ബിമാ ഖദ് ബറഅഹ അല്ലാഹു മിൻ ഫഹുവ കാഫിറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിപ്പെടുത്തിയ ആ കാര്യം അത് തന്നെ വീണ്ടും അതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. കുഫറാകുന്ന അഞ്ചാമത്തെ ഇനമാണ് സഹാബത്തിനെ അവരെ തെറിവിളിക്കുക, അവരെ അധിക്ഷേപിക്കുക. അതോടൊപ്പം ആ തെറിവിളിക്കുന്ന അധിക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തി വാദിക്കുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉലൂഹിയത്തിന് അർഹനാണ്, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നുബൂവത്ത് ലഭിക്കുമായിരുന്നു, പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം അത് മാറി റസൂലിന് നൽകിയതാണ് എന്നൊക്കെ തരത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പരിധിക്കപ്പുറമായി പുകഴ്ത്തുകയും അദ്ദേഹത്തിന് ഉലൂഹിയത്തും അതുപോലെ നുബൂവത്തും ഒക്കെ വകവെച്ച് കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ അത്തരം വിശ്വാസത്തോടുകൂടി മറ്റുള്ള സ്വഹാബത്തിനെ അധിക്ഷേപിക്കുകയും അവരെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതും കുഫറാകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഈ 5 ഇനം അത് കുഫറാകുന്ന അധിക്ഷേപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കുഫറാകില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് അനുവദനീയമാണ് എന്നല്ല, മറിച്ച് അത് വൻ പാപമാണ്. സഹാബത്തിനെ അധിക്ഷേപിക്കുക, അവരുടെ വിശ്വസ്തതയെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളത് അത് വൻ പാപമാണ്. എന്നാൽ അതിൽ കുഫറാകാത്തതുണ്ട്. ഒരു വ്യക്തി അവൻ ഇസ്ലാമിൽ നിന്ന് അതുകൊണ്ട് പുറത്താകുന്നില്ല. അതെങ്ങനെയാണ്? സഹാബത്തിനെ കുറിച്ച്, അവരുടെ ദീനുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്കെതിരെ ആക്ഷേപങ്ങൾ പറയുക, അവർ പിശുക്കന്മാരാണ്, അതുപോലെ അവർ ദുനിയാവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ്, സുഹൃദില്ലാത്തവരാണ്, ഇൽമു കുറഞ്ഞവരാണ്, എന്നിങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ അത് ഒരു വ്യക്തിയെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നില്ല. എന്നിരുന്നാലും അതെന്താണ്? അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം ഉപദേശം കൊടുക്കുകയാണ്, യാ മൈമൂൻ ലാ തസുബ്ബ സലഫ്, നീ സലഫുകളെ ചീത്ത പറയാൻ പാടില്ല, അവരെ അധിക്ഷേപിക്കാൻ പാടില്ല, അവരുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല. സലഫുകൾ എന്ന് പറയുമ്പോൾ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും അതുപോലെ തബഉ താബിഈങ്ങളെയും അവരെയൊന്നും നീ അധിക്ഷേപിക്കരുത്. അങ്ങനെയാണെങ്കിൽ വദ്ഖുലിൽ ജന്നത ബിസലാം, നിനക്ക് സ്വർഗ്ഗത്തിൽ സമാധാനത്തോടുകൂടി നിനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം എന്ന് അദ്ദേഹം ഉപദേശം നൽകിയതായി കാണാം. അതുകൊണ്ട് സഹാബത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ അവർ മധ്യമ നിലപാടുകാരാണ്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും എന്ത് വന്നുവോ അവിടെ നിൽക്കുന്നവരാണ്. അവരുടെ വിഷയത്തിൽ അതിര് കവിയാനോ അതല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ വകവെച്ച് കൊടുക്കാത്തവരോ അല്ല. അങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ മധ്യമ നിലപാടിൽ നാം അടിയുറച്ച് നിൽക്കുകയും സഹാബത്തിനെ അതിയായി സ്നേഹിക്കുകയും അവരുടെ ഫളിലുകൾ, ശ്രേഷ്ഠതകൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അവരുടെ മാർഗം അത് നാം പിൻപറ്റുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.